മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ അഞ്ചംഗ സംഘം ചൂരൽമലയിലും മുണ്ടക്കയിലും വിദഗ്ധ പരിശോധന നടത്തുകയാണ്. ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ ഇനിയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പഠിക്കുന്നതിനിടയിൽ വെള്ളാർമല സ്കൂളിന് സമീപത്ത് നടത്തിയ തെരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നൂറോളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500-ന്റെ ഒരു 7 കെട്ടും 100-ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. വെള്ളാർമലയിൽ നിന്നും തനേഷ് തമ്പി തത്സമയം ചേരുകയാണ്. തനേഷ് തമ്പി, കൂടുതൽ വിവരങ്ങൾ. SKN തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു സ്വാതന്ത്ര്യ ദിനം ഇന്നിവിടെ ചൂരൽമലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം നാടെങ്ങും സന്തോഷത്തിന്റെ ഒരു ആഹ്ലാദത്തിന്റെയൊക്കെ നിറവിലായിരിക്കും ഈ ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വീർപ്പുമുട്ടൽ, ഒരു വേദന അത് തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇവിടെ ഒരു പതാക ഉയർത്തലും മധുരപലഹാര വിതരണവും ഒക്കെ നടന്നത്. അത് സൂചിപ്പിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് തിരച്ചിൽ നടത്തുന്ന മേഖലകളിൽ ഒരിടത്തു നിന്നാണ് ഈ 4 ലക്ഷം രൂപയോളം വരുന്ന ഒരു പൊതി കിട്ടിയത്. അത് വെള്ളാർമല സ്കൂളിന് പുറകിലുള്ള ഭാഗത്തു നിന്നാണ്. അത് മുകളിൽ നിന്ന് ഒഴുകി വന്നതായിരിക്കാം. ഒരുപക്ഷെ ഏറ്റവും മുകളിലുള്ള പുഞ്ചിരിമട്ടം അടക്കമുള്ള ഭാഗത്തു നിന്ന് താഴേക്ക് ഒഴുകി വന്നതാകാമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. അങ്ങനെ കിട്ടിയ പണം പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അത് യഥാർത്ഥ ഉടമസ്ഥനെ കണ്ട് തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ആരുടെയെങ്കിലും വിവാഹത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച തുകയാവാം അത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയുള്ള SBI ശാഖയിൽ നിന്നുള്ള പണമാണ് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി. അത് കൃത്യമായി അതിൽ കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ഇന്നും വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ തിരച്ചിൽ കാണാതായ 124 പേർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അതിനുള്ള തിരച്ചിൽ ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും 2 തവണ തിരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ആളുകൾ തങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്നതാണ്. മറിച്ച് ഈ തകർന്നു കിടക്കുന്ന വീടുകളിൽ പ്രധാനപ്പെട്ട രേഖകൾ, ഒപ്പം തന്നെ ഇതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള തിരച്ചിലുകളാണ്. ഏതാണ്ട് 194-ലേറെ വരുന്ന സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലായി അത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയായി വരികയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യദിനത്തിന്റെ ആഹ്ലാദത്തിൽ രാജ്യം നിൽക്കുമ്പോൾ അതിന്റെ ഒരു വല്ലാത്ത വേദനയോടുകൂടി ഈ ഗ്രാമം ആ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ തെരച്ചിൽ, അതോടൊപ്പം ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധ പരിശോധന അത് ഇന്നും തുടരുകയാണ്. ഇന്നത്തോടുകൂടി അത് അവസാനിക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം മറ്റിടങ്ങളിലും പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ചെറിയ തോതിലെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, തനേഷ് തമ്പിയാണ് ചൂരൽമലയിൽ നിന്നും ചേർന്നത്.